ഐഡന്റിഫൈ ദ കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഓഫ് ദി എലമെന്റ്സ് ഓഫ് ദ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. ഐഡന്റിഫൈ ദ കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഓഫ് ദി എലമെന്റ്സ് ഓഫ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. ഓപ്ഷൻസിനകത്തുള്ളത് സിൻടാക്സ്, സപ്പോർട്ട് സിസ്റ്റം, ഫോക്കസ്, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ ആൻഡ് സോഷ്യൽ സിസ്റ്റം. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് ഉള്ളത്. സോ ഇതിനകത്ത് നിന്ന് എന്താണ് ഇതിൻ്റെ കറക്റ്റ് അസെൻഡിങ് ഓർഡർ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ആൻസർ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. ഇൻക്വയറി ട്രെയിനിങ് മോഡലിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയയാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഡിസംബർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്താണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഈസ് എ എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഡിസൈൻഡ് ടു ടീച്ച് സ്റ്റുഡൻസ് ഹൗ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, ഇൻവെസ്റ്റിഗേറ്റ് പ്രോബ്ലംസ് ആൻഡ് ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല്. അതായത് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ അപ്രോച്ചാണ്. സ്റ്റുഡൻസ് എങ്ങനെയാണ് സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ പ്രോബ്ലംസിനെ എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം എന്നുള്ളത്, അതുപോലെ തന്നെ സ്റ്റുഡൻസിൽ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് സ്റ്റുഡൻസിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ അപ്രോച്ചാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നുള്ളത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നുള്ളത് സ്റ്റുഡൻസ് ടീച്ചേഴ്സിനോട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നുള്ള രീതി, അതുപോലെ തന്നെ എങ്ങനെയാണ് അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇത് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ അപ്രോച്ചാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നുള്ളത്. Idea that learning is most effective when students actively engage in the process of inquiry and discovery rather than passively receiving information. സ്റ്റുഡൻസ് എന്നുള്ളത് വെറുതെ പാസീവായിട്ട് ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നതിന് പകരം അവരിൽ ഇൻക്വയറി അല്ലെങ്കിൽ ഡിസ്കവറി സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ക്ലാസ്സിലൊക്കെ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യും. അങ്ങനെ സംഭവിക്കുന്ന ക്ലാസ് ആയിരിക്കും മോസ്റ്റ് എഫക്റ്റീവായിട്ട് നടക്കുക എന്നുള്ള ആ ഒരു ഐഡിയനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നുള്ളത്. സ്റ്റുഡൻസ് ജസ്റ്റ് ഇൻഫർമേഷൻ റിസീവ് അതിന് പകരം സ്റ്റുഡൻസ് തന്നെ അവരുടേതായിട്ടുള്ള എൻക്വയറി സ്കിൽസും ഡിസ്കവറി സ്കിൽസും ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ജനറേറ്റ് ചെയ്യും എന്നുള്ളത്. ക്ലാസ് റൂം എന്നുള്ളത് ഒരു എഫക്റ്റീവ് സിറ്റുവേഷൻ ജനറേറ്റ് ചെയ്യും എന്നുള്ള ആ ഒരു ഐഡിയനെ ബേസ് ചെയ്തിട്ടാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നുള്ളത്. എഫക്റ്റീവ് ആക്കി മാറ്റുക എന്നുള്ള, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കി മാറ്റുക എന്നുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ അപ്രോച്ചാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് എൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നുള്ളതിനകത്ത് മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, എൻക്വയറി ട്രെയിനിങ് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റിച്ചാർഡ് സിസ്മാൻ ആണ് ഈ ഒരു എൻക്വയറി ട്രെയിനിങ് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു തിയറിയുടെ പ്രൊപ്പണന്റ് എന്ന് പറയുന്നത് റിച്ചാർഡ് സിസ്മാൻ ആണ്. ദെൻ അതിൻ്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്ന് പറയുന്നത്, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാന എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ള. എൻക്വയറി ട്രെയിനിങ് മോഡലിലെ പ്രധാന എലമെന്റ്സ് എന്ന് പറയുന്നത്, ഏറ്റവും ബേസ് എലമെന്റ്സ് അല്ലെങ്കിൽ ഏറ്റവും കോറായിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഫോക്കസ് എന്നുള്ളതാണ്. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നതാണ് ഫോക്കസ് എന്നുള്ള ഈ ഒരു എലമെന്റ് ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് ഡിഫൈൻസ് ദ സെൻട്രൽ ഐഡിയ ഓർ പ്രോബ്ലം ടു ബി എക്സ്പ്ലോർഡ്. എന്താണ് പ്രോബ്ലം എന്നുള്ളത്, എന്ത് പ്രോബ്ലമാണ് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത്, ആ ഒരു സെൻട്രൽ ഐഡിയ അല്ലെങ്കിൽ എന്താണ് സെൻട്രൽ ഐഡിയ എന്ന് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫോക്കസ് എന്നുള്ളത്. ഫോക്കസ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. എന്ത് പ്രോബ്ലത്തിനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, സ്റ്റുഡൻസിന് എന്ത് കാര്യമാണ് അറിയേണ്ടത്, എന്ത് സെൻട്രൽ ഐഡിയനെ ബേസ് ചെയ്തിട്ടാണ് അവർ ചോദ്യം ചോദിക്കേണ്ടത് എന്നുള്ള, ഇങ്ങനെയുള്ള ഈ എന്താണ് അതിൻ്റെ കോർ എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്ന എലമെന്റ് ആണ് ഫോക്കസ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു എലമെന്റ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് എലമെന്റ് ആണ് സിൻടാക്സ് എന്നുള്ള എലമെന്റ്. സിൻടാക്സ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് എലമെന്റ് ഓഫ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നുള്ളത്. സിൻടാക്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഓർ സ്ട്രക്ചർ ഫോളോഡ് ഇൻ ഇൻക്വയറി. ഈ ഇൻക്വയറി എങ്ങനെ നടത്താം എന്നുള്ളതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് സിൻടാക്സ് എന്ന് പറയുന്നത്.
ഒന്നുകൂടി പറയാണ്, സിൻടാക്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഓർ സ്ട്രക്ചർ ഫോളോഡ് ഇൻ ഇൻക്വയറി. ഈ ഇൻക്വയറി എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർഡറിന് പറയുന്ന പേരാണ് സിൻടാക്സ് എന്ന് പറയുന്ന സെക്കൻഡ് എലമെന്റ് എന്നുള്ളത്. ദെൻ മൂവിങ് ഓൺ ടു തേർഡ് എലമെന്റ് എന്നുള്ളതാണ് സോഷ്യൽ സിസ്റ്റം എന്നുള്ളത്. അടുത്തൊരു എലമെന്റ് ആണ് സോഷ്യൽ സിസ്റ്റം എന്നുള്ളത്. സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയാലോ, സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇന്ററാക്ഷൻ ആൻഡ് റോൾസ് വിത്തിൻ ദി ക്ലാസ് റൂം. ക്ലാസ് റൂമിനകത്തുള്ള, ക്ലാസ് റൂം എന്നുള്ള സിറ്റുവേഷൻ അകത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള ഇന്ററാക്ഷനും അവരുടെ റോളുകളും ഒക്കെ കാര്യങ്ങളാണ് സോഷ്യൽ സിസ്റ്റം എന്നുള്ളതിന് വരുന്നത്. അതായത് സ്റ്റുഡൻസ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളുമാണ് ഇത് പറയുന്ന എലമെന്റ് ആണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു എലമെന്റ്. ദെൻ മൂവിങ് ഓൺ ടു ഫോർത്ത് എലമെന്റ് എന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്നുള്ളതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്നുള്ള എലമെന്റ് ആണ് ഫോർത്ത് എലമെന്റ് ആയിട്ട് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ടേം കൊടുത്തിരിക്കുക റിയാക്ഷൻ എന്നുള്ളത്. ഹൗ ദ ടീച്ചർ റെസ്പോൺസ് ടു സ്റ്റുഡൻറ് എൻക്വയറീസ്. ഇങ്ങനെ വരുന്ന സ്റ്റുഡൻസിന്റെ ക്വസ്റ്റ്യൻസിനോട് അല്ലെങ്കിൽ ഡൗട്ട്സിനോട്, അവരുടെ എൻക്വയറിയോട് ടീച്ചർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ടീച്ചർ എങ്ങനെയാണ് ഈ എൻക്വയറിയോട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്ന ഫോർത്ത് എലമെന്റ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് എലമെന്റ് ആണ് സപ്പോർട്ട് സിസ്റ്റം. ഫിഫ്ത്ത് എലമെന്റ് ആണ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് മെറ്റീരിയൽസ്, ടൂൾസ് ആൻഡ് എൻവിറോൺമെന്റ് റിക്വയർഡ് ഫോർ എഫക്റ്റീവ് ഇൻക്വയറി. ഇങ്ങനെയുള്ള ഒരു എഫക്റ്റീവ് ഇൻക്വയറിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ടൂൾസും എല്ലാം ഉൾപ്പെടുന്നതാണ് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒരു എൻക്വയറി അല്ലെങ്കിൽ ക്വസ്റ്റ്യന്, ഡൗട്ട് ക്ലിയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസും മെറ്റീരിയൽസും ഉൾപ്പെടുന്നതാണ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഫിഫ്ത്ത് എലമെന്റ് ഓഫ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നുള്ളത്. സോ അറിഞ്ഞിരിക്കുക, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള തുടങ്ങുന്ന എലമെന്റ്, ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഫോക്കസ് എന്നുള്ളതാണ്. ദെൻ സിൻടാക്സ്, ദെൻ സോഷ്യൽ സിസ്റ്റം, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ ആൻഡ് ലാസ്റ്റ് വണ്ണാണ് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള, ഇങ്ങനെയുള്ള 5 എലമെന്റ് ഉൾപ്പെടുന്നതാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നുള്ളത്. അറിഞ്ഞിരിക്കുക, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്താണ് എന്നുള്ളത്, എന്താണ് ഈ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നുള്ള തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മോഡൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും ഓരോ എലമെന്റ്സും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതുമാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡലുമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. സോ ഇനി നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ഐഡന്റിഫൈ ദ കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഓഫ് ദി എലമെന്റ്സ് ഓഫ് എൻക്വയറി ട്രെയിനിങ് മോഡൽ. എൻക്വയറി ട്രെയിനിങ് മോഡലിന്റെ ഓർഡർ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ സിൻടാക്സ്, സപ്പോർട്ട് സിസ്റ്റം, ഫോക്കസ്, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ ആൻഡ് സോഷ്യൽ സിസ്റ്റം എന്നുള്ളതാണ്. ഇനി എന്തായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും കറക്റ്റ് അസെൻഡിങ് ഓർഡർ? ഏതായിരിക്കും ആൻസർ? എന്തായിരിക്കും? യെസ്, തേർഡ് വൺ ആണ് ആൻസർ എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു? ഫോക്കസ് എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഫോക്കസ് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ അതാണ് സിൻടാക്സ് എന്നുള്ളതാണ്. ദെൻ പിന്നെ ഏതായിരുന്നു? സോഷ്യൽ സിസ്റ്റം എന്നുള്ള ആ ഒരു ക്ലാസ് റൂം എൻക്വയറിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, മറ്റ് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സിസ്റ്റം എന്നുള്ളതാണ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്നുള്ളതാണ് ഫോർത്ത് എലമെന്റ് ആയിട്ട് വരുന്നത്. ടീച്ചേഴ്സിന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ എൻക്വയറിയോട് ടീച്ചർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്നുള്ളത്. ലാസ്റ്റ് വൺ ആണ്, അല്ലെങ്കിൽ ഫിഫ്ത്ത് വൺ ആണ് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത്. ഈ എൻക്വയറിനെ സപ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസും ടൂൾസും എല്ലാം ഉൾപ്പെടുന്നതാണ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഓർഡർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ ഒരു 5 എലമെന്റ്സിന്റെ ഓർഡർ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡലുമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. സോ എല്ലാവർക്കും എൻക്വയറി ട്രെയിനിങ് മോഡൽ പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട്, പുതിയൊരു ഏരിയയുടെ ഡിസ്കഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.